വെൽക്കം ബാക്ക് ടു സൈലോം ലേണിംഗ്. അനിറ്റമിസ് ആണ്. അപ്പൊ മക്കളെ, ഇനി നമുക്ക് ഒട്ടും സമയം കളയാനില്ല അല്ലെ. ഇതാ നമ്മുടെ എക്സാം ഇതാ ഇങ്ങ് എത്തിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് നിമിഷങ്ങൾ കൂടി ഉള്ളൂ. ആ നിമിഷം കൊണ്ട് നമ്മൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതെല്ലാം ഒന്ന് ഓർത്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കേട്ടോ ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആഹാരമായി ഉപയോഗിക്കാവുന്ന പുഷ്പം ഏതാണ്? എ ഫ്ലവർ ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫുഡ്. ഫുഡ് ഏതാണ് മക്കളെ? ഒന്ന് പറഞ്ഞ്. ആഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പുഷ്പം ഏതാണ്? ഉത്തരം എന്ന് പറയുന്നത് കോളിഫ്ലവർ ആണ്. നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. കോളിഫ്ലവർ ആണ്. അപ്പൊ അതെന്ന് പറയുന്നത് പുഷ്പമാണ് നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻ കേസ് നമ്മളോട് ചോദിക്കുകയാണ് ലീഫ് ആണ് നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് ക്യാബേജ് എന്ന് ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വവ്വാൽ വഴി പരാഗണം നടത്തുന്ന ഒരു സസ്യം ഏതാണ്? കേട്ടോ, വവ്വാൽ വഴി പരാഗണം നടത്തുന്ന ഒരു സസ്യം ഏതാണ്? നെയിം എ പ്ലാന്റ് ഇൻ വിച്ച് പോളിനേഷൻ ഈസ് carried out by buds. എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ വാഴയാണ് കേട്ടോ. അപ്പൊ വാഴയിൽ പരാഗണം നടത്തുന്നത് ആരാണ്? വവ്വാലാണ്. ഇനി അതുപോലെ തന്നെ അടുത്ത ചോദ്യം: കണ്ണടയ്ക്കാതെ ഉറങ്ങുന്ന ജലജീവി ഏതാണ്? ആരാണ് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് കണ്ണടയ്ക്കാതിരിക്കുന്നത്? അങ്ങനെ ഏത് ജീവിയാണ് വെള്ളത്തിൽ ജീവിക്കുന്നത്? ഉത്തരം വളരെ സിമ്പിൾ ആണ് മക്കളെ, മത്സ്യങ്ങളാണ് കേട്ടോ. മത്സ്യങ്ങൾ ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കത്തില്ല. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ജലജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി ആരാണ്? അതേപോലെ തന്നെ ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം കോമൺ ആണ്. ആരാണ് ഈ ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത്? അല്ലെങ്കിൽ ജലത്തിൽ വസിക്കുന്ന അല്ലെങ്കിൽ ജലജീവികളിൽ പെട്ട ഏറ്റവും ബുദ്ധിയുള്ള ജീവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വളരെ സിമ്പിൾ ആണ് മക്കളെ, ഡോൾഫിൻ ആണ് കേട്ടോ. ഈ ചിരിക്കുന്ന മത്സ്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആര് വരും? നമ്മുടെ ഡോൾഫിൻ വരും. ഓക്കെ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പ്രസവിക്കുന്ന പാമ്പ് എന്നറിയുന്നത് ആരാണ്? അതുപോലെ ത്രികോണാകൃതിയിൽ തലയുള്ള പാമ്പ് എന്ന് പറയുന്നതും ഏത് പാമ്പാണ്? പാമ്പുകൾ എന്ന് പറയുന്ന പലതരത്തിലുണ്ട്. സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ കേസിൽ നോക്കുവാണെങ്കിൽ വളരെ 5ഓളം പാമ്പുകൾ എങ്ങാനും നല്ല വിഷമുള്ള പാമ്പുകളുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ വിഷമില്ലാത്തതാണ്. അപ്പം നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് പ്രസവിക്കുന്ന പാമ്പ് ഏതാണ്? അതുപോലെ ത്രികോണാകൃതിയിൽ തലയുള്ള പാമ്പ് ഏതാണ്? ഉത്തരം എന്താണ് മക്കളെ? നമ്മുടെ അണലിയാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കൂടുകൂട്ടി മുട്ടയിടുന്ന പാമ്പ് ഏതാണ്? അതുപോലെ ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പ് ഏതാണ്? ഇതിന്റെ രണ്ടിന്റെയും ഉത്തരം എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. ഏത് പാമ്പാണെന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. നമ്മുടെ രാജവെമ്പാലയാണ്, കിങ് കോബ്ര. ഓക്കെ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് കുറച്ച് ഉദാഹരണം എഴുതുക. രോഗങ്ങൾ എന്ന് പറയുന്നത് പല രീതിയിൽ പകരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പം ജലത്തിലൂടെ പകരും, ചിലപ്പോൾ വായുവിലൂടെ പകരും, ചിലപ്പം സമ്പർക്കത്തിലൂടെ അതായത് കോണ്ടാക്റ്റിലൂടെ പകരും. അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് എക്സാമ്പിൾ പറയാനായിരുന്നു. ഏതൊക്കെയാണ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉത്തരങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കോളറയുണ്ട്, മഞ്ഞപ്പിത്തം ഉണ്ട്, ടൈഫോയിഡ് ഉണ്ട്. ഓക്കെ. ഇതൊക്കെയാണ് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ ഒരു ചോദ്യം കൂടി നോക്കിക്കേടാ. വാഴക്കൂമ്പ് വാഴയുടെ ഏത് ഭാഗമാണ്? വാഴക്കൂമ്പ് എന്ന് പറയുന്നത് വാഴയുടെ ഏത് ഭാഗമാണ്? ആൻസർ എന്താണ്? ഫ്ലവർ ആണ് കേട്ടോ. അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ് 4 യൂട്യൂബ് ചാനലിൽ വരുന്ന എല്ലാ കുട്ടി ഷോർട്സും കുട്ടി ക്ലാസ്സസും നിങ്ങൾ കാണുക. എല്ലാം ഇത്തവണ നമുക്ക് LSS നേടിത്തരാനായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ആക്കി വെച്ചിരിക്കുന്ന കുറെ സമ്മാനങ്ങളാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇത്തവണ നമുക്ക് LSS നേടിയെടുക്കാനുള്ളതാണ്. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.